ഇന്ന് അമ്മ കടയിൽ പോയി വരുമ്പോൾ ഒരു പ്ലാന്റ് ആയിട്ടാണ് വന്നത്. റോട്ടിലോട്ട് ചാഞ്ഞ് നിൽക്കുമായിരുന്നത്രേ. ആളതിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് ഒടിച്ചുകൊണ്ട് പോന്നു. അറിയുന്ന വീട്ടുകാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. നല്ല ഭംഗിയുള്ള ഒരു തെച്ചിയാണ്. ലൈറ്റ് കളറ് പിങ്ക് ഷെയ്ഡാണ്. ആളതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നട്ടോളാന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ റോട്ടിലോട്ട് ചാഞ്ഞ് കിടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ ആകെ പൊടി പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആളെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതിന് ശേഷം നട്ടുകൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ നല്ല രീതിക്ക് പൊടി പാറുന്ന കാലമല്ലേ. നമ്മുടെ തന്നെ ദേഹമൊക്കെ എത്ര പെട്ടെന്നാ വലിഞ്ഞു മുറുങ്ങണത്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതും അതുപോലെ നട്ടിരുന്നെങ്കിൽ ഒരു ഭംഗിയുണ്ടാവില്ല. ഇപ്പം കാണാൻ എന്തൊരു ചന്തമാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ തെച്ചിപ്പൂവിന്. സത്യത്തിൽ ഈ തെച്ചിപ്പൂവും ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഇതിൻ്റെ ഭംഗി കാരണം എനിക്കതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒന്ന് കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. ശരിക്കും അതെല്ലാം കട്ട് ചെയ്ത് കമ്പ് മാത്രമായിട്ട് നടുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. ഓൾറെഡി വീട്ടിൽ ഒഴിഞ്ഞ ഇതുപോലത്തെ ഒരു പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണ് അതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുപോലും അകത്ത് നിൽക്കാതെ വെള്ളമൊക്കെ ചോർന്നൊലിച്ചു പോകും. അപ്പോൾ പിന്നെ ഞാൻ ചകിരിയുടെ കുറച്ച് പീസസ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. പോട്ടി മിക്സ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിൽ വേണ്ടാത്ത ഇലകളും വേണ്ടാത്ത പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ പൂവിലേക്കൊക്കെ അങ്ങോട്ട് കൈ കടത്താൻ തോന്നിയില്ല. പൂവിൻ്റെ ഭംഗി കാരണം ഞാനത് തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. പയ്യെ വേണമെങ്കിൽ അത് ഉണങ്ങി തുടങ്ങുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ലൈറ്റ് കളർ പിങ്ക് തെച്ചി എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും പ്ലാന്റിങ്ങും വാട്ടറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി.